ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്നതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതായത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താണെന്നാണ് പറഞ്ഞത്. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊരു ടേമാണ് നോക്കുന്നത്, റീകോയിൽ ഓഫ് ഗൺ. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഫയർ ചെയ്യുവാണെന്ന് കരുതുക. ഒരു ഗൺ നമ്മൾ ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഉള്ളൊരു സ്റ്റേറ്റ് നോക്കുന്നു. ഇതിപ്പോൾ ഒരു ഗണ്ണാണെന്ന് കരുതുക. ആ ഗണ്ണ് ബിഫോർ ഫയറിംഗ് ആണ് ഇത്. ബിഫോർ ഫയറിങ്ങിന് ശേഷം നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. ഗണ്ണിൽ നിന്നും ബുള്ളറ്റ് പുറത്തേക്ക് തെറിച്ചു പോകുന്നു. ഇത് ബുള്ളറ്റാണെന്ന് കരുതുക. ഇത് ഗണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളറ്റ് ഗണ്ണിൽ നിന്നും പുറത്തേക്ക് തെറിക്കുമ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. ഗണ്ണ് ഈ ബുള്ളറ്റിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബുള്ളറ്റ് ഗണ്ണിൽ നിന്നും പുറത്തേക്ക് തെറിക്കുന്നത്. ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ഏത് ഒരു ആക്ഷൻ എടുത്താലും അവിടെയെല്ലാം ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബുള്ളറ്റിന് ഗണ്ണ് ഒരു ഫോഴ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ബുള്ളറ്റ് തിരികെ ഗണ്ണിന് ഒരു ഫോഴ്സ് നൽകുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഗണ്ണിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അതായത് ബുള്ളറ്റ് ഗണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ ഗണ്ണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇത് ബിഫോർ ഫയറിംഗ് ആണ്, ഇത് ആഫ്റ്റർ ഫയറിംഗ് ആണ്. നമ്മളിവിടെ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? തേർഡ് ലോ അനുസരിച്ചിട്ട് എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. സോ ദ ഗൺ മൂവ്സ് ബാക്ക് വേ ഡയറക്ഷൻ. ഗണ്ണ് ബാക്കിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ അതിനൊരു വെലോസിറ്റി കാണുമല്ലോ. ആ വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി. ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ്, ബാക്കിലോട്ട് പോകുന്ന ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി, പുറത്തേക്ക് തെറിച്ചു പോകുന്ന ബുള്ളറ്റിൻ്റെ വെലോസിറ്റിയാണ് മസിൽ വെലോസിറ്റി. ഇത് ഗണ്ണിൻ്റെതും മസിൽ വെലോസിറ്റി ബുള്ളറ്റിൻ്റെതുമാണ്. റീകോയിൽ വെലോസിറ്റി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വി ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്തെന്ന് കരുതുക. മസിൽ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുവാണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഫയറിങ്ങിൻ്റെ സമയത്ത് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് ഗണ്ണിൽ നിന്നും തെറിച്ചു പോകുമ്പോൾ ഉള്ള വെലോസിറ്റിയെ മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. അതേസമയം ഗണ്ണിന് ഒരു ബാക്ക് വേ ഡയറക്ഷനിൽ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. അതിനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പുറകോട്ട് പോകുന്ന വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഫയർ ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റം, ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം എത്രയാണെന്ന് നോക്കണം. സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? ഗണ്ണും ബുള്ളറ്റും ഉണ്ട്. പക്ഷേ ഫയർ ചെയ്യുന്നതിന് മുൻപിൽ ഈ രണ്ടിനും മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടോ? ബുള്ളറ്റ് ഗണ്ണിനുള്ളിലിരിക്കുകയാണ്, ഗണ്ണ് ഇത് ആരാണോ പിടിച്ചിരിക്കുന്നത് അയാളുടെ കയ്യിലിരിക്കുകയാണ്. അതായത് അതിന് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. സോ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് കൊളീഷന് ഫയറിങ്ങിന് മുന്നേ ഉള്ള ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് 0 ഫയറിങ്ങിന് ശേഷമുള്ള ടോട്ടൽ മൊമെൻറ്റം ഗണ്ണിൻ്റെ മൊമെൻറ്റം പ്ലസ് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം വരും. ഗണ്ണിൻ്റെ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എന്ത് വരും? ക്യാപിറ്റൽ ലെറ്റർ എം ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ വി പ്ലസ് ബുള്ളറ്റിൻ്റെത് സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി. നമുക്കിതിനകത്ത് ഇപ്പുറത്തേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? എം വി ഈസ് ഈക്വൽ ടു മൈനസ് സ്മോൾ ലെറ്റർ എം വി എന്ന് കിട്ടുമല്ലോ. ഇതിൽ നിന്നും വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് കിട്ടി. അതായത് ഇത് റീകോയിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷനാണ്. മൈനസ് എം ഇൻറ്റു വി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ എം. അതിൽ നെഗറ്റീവ് സൈൻ കാണിക്കുന്ന എന്താണ്? ഗണ്ണും ബുള്ളറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, നമുക്കറിയാം
ഒരു ബുള്ളറ്റ് ഗണ്ണിൽ നിന്നും തെറിച്ചു പോകുമ്പോൾ ഒരുപാട് ദൂരേക്ക് അത് പോകുന്നുണ്ട്. എന്നാൽ ഈ ഗണ്ണിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗണ്ണ് ഒത്തിരി ദൂരം പുറകോട്ട് പോകുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വെലോസിറ്റി മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിട്ടാണ് നിൽക്കുന്നത്. അതായത് റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മാസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ബുള്ളറ്റിൻ്റെ മാസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗണ്ണിൻ്റെ മാസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഗണ്ണിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. സോ ഗണ്ണ് ചെറിയൊരു മൂവ്മെൻറ്റേ ഉള്ളൂ ഗണ്ണിനുണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ ഒരാൾ വെടിവെക്കുമ്പോഴേയും അത് കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഗണ്ണ് പുറകോട്ട് പോകുന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ അത് വെടിവെക്കുന്നയാൾക്ക്, ഫയർ ചെയ്യുന്നയാൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഗണ്ണ് പുറകോട്ട് പോരുന്നത് ഫയർ ചെയ്യുന്ന ആൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഗണ്ണ് ബാക്കിലോട്ട് പോകുന്ന ആ മോഷനെയാണ് റീകോയിൽ ഓഫ് ഗൺ എന്ന് പറയുന്നത്.